ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചി രേവതിയും പോയി എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ ശ്രുതി നേരെ ബീരാനിക്കയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നുണ്ട്. പിന്നാലെ തന്നെ ബീരാനിക്കയെ തൊടുന്ന സമയത്ത് ബീരാനിക്ക ആദ്യം ഒന്ന് ഭയക്കുന്നുണ്ടോ, ഇനി സച്ചി രേവതി ആയിരിക്കുമോ എന്നുള്ളൊരു പേടിയോടുകൂടി തന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ബീരാനിക്ക പേടിക്കുന്ന പോലെ ഒന്നും തന്നെ ഇല്ല, അവരെല്ലാവരും തന്നെ പോയി, ഇനി ബീരാനിക്കയ്ക്ക് സമാധാനമായി തന്നെ ചടങ്ങുകളെല്ലാം പങ്കെടുക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ബീരാനിക്ക പറയാം, നീ ബുദ്ധിമതി ആയതുകൊണ്ട് മാത്രമല്ല, അവർ മന്ദബുദ്ധികളായതുകൊണ്ടാണ് നീ പറയുന്ന എല്ലാം തന്നെ വിശ്വസിച്ചെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് ശ്രുതി ഭയങ്കര ആശ്വാസത്തോടെ തന്നെ അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായില്ല, ഇനിയിപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ ഒരു സമാധാനത്തോടെ തന്നെ ശ്രുതി ഓട്ടോയിൽ കയറി പോവാട്ടോ. ഈ ഒരു സമയം തന്നെ നമ്മുടെ രവിയുടെ സുഹൃത്തായ അശോകനങ്ങൾ സച്ചിയെ രേവതിയെ വിളിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് പോയത്, മാള് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ വിളിച്ചത്, അവർക്ക് നിങ്ങളുടെ അനുഗ്രഹം വേണം, എത്രയും വേഗം ഇങ്ങോട്ടേക്ക് വായ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദ്യമൊക്കെ സച്ചി രേവതി ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ടെങ്കിലും മാളുവിന്റെ നിർബന്ധമാണെന്ന് അറിയുമ്പോഴത്തേക്ക് ഇരുവരും ജില്ലയാണ്. എന്നാൽ സച്ചിയും ശ്രുതിയും തമ്മിൽ നേരിൽ കാണുന്നില്ല. ശ്രുതി ഓട്ടോയെ വിളിച്ച് പോകുന്ന അതേ സമയം തന്നെയാണ് സച്ചി രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അതിനുശേഷം മാളുവിൻ്റെ അടുത്ത് എന്നതിന് ശേഷം മാളുവിനെ സുബിനെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് നിന്നിട്ട് ഇവർ തിരികുന്ന നേരത്താണ് ബീരാനിക്ക അങ്ങോട്ടേക്ക് വരുന്നത്. ബീരാനിക്ക ഇവർ പോയി എന്ന് എല്ലാവരും പോയി എന്നുള്ളൊരു ആശ്വാസത്തോട് കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ബീരാനിക്ക ഇവരെ കാണുന്നില്ല എങ്കിലും സച്ചി രേവതി നല്ല രീതിയിൽ തന്നെ ബീരാനിക്കയെ കാണുന്നുണ്ട്. ഇവരെ കണ്ണുമുന്നിൽ കൂടെ പോകുന്ന ബീരാനിക്കയെ തന്നെ രൂക്ഷമായി നോക്കിയാണ് സച്ചി രേവതി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രമോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഭാഗം നാളെയോ നാളത്തെ ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.